ഇന്ന് ഒരു പ്രോൺസ് ബ്രോസ്റ്റഡ് ആണ് ചെയ്യുന്നത്. കുറച്ച് നല്ല വലിയ ടൈഗർ പ്രോൺസ് കിട്ടിയിട്ടുണ്ട്. അത് നന്നായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കുക. ഇനി അടുത്ത ഫസ്റ്റ് ചെയ്യേണ്ടത് മാരിനേഷനാണ്. അതിനായി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുറച്ച് ഉപ്പ്, കാരണം കുറച്ചിട്ടാൽ മതി, കാരണം ഓൾറെഡി പ്രോൺസിൽ ഉപ്പിൻ്റെ ഒരു അംശം ഉള്ളതുകൊണ്ട് കുറച്ച് ഉപ്പ്, കുറച്ച് സോഡ പൗഡർ. അത് കഴിഞ്ഞിട്ട് ഒരു ഫുൾ ലെമണിൻ്റെ ജ്യൂസ് സ്ക്വീസ് ചെയ്തെടുക്കാം. സ്ക്വീസ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ആ ഒരു കൂട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാ മസാലകളും നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഓരോന്നായിട്ട് ഇതിലോട്ടിട്ട് ഫുൾ കവർ ചെയ്ത് നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 1 hour അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ, 1 hour ആണെന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാൽ മതി. ഹാഫ് ആൻ അവർ വെക്കാനാണ് ഒരു പ്ലാനിങ് എന്നുണ്ടെങ്കിൽ റെഫ്രിജറേറ്റ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലോ വയ്ക്കാം. ഫ്രീസറിൽ ഒരു 20 minutes മതിയാവും. ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ, അല്ല പുറത്താണ് വെക്കുന്നതെങ്കിൽ ഒരു 1 hour റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി അടുത്ത ഒരു ബാറ്റർ തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് ഒരു വലിയ സ്പൂൺ മൈദ എടുക്കാം, ഓൾ പർപ്പസ് ഫ്ലവർ എടുക്കാം. അതിലേക്ക് അതിൻ്റെ ഹാഫ് കോൺഫ്ലവർ മിക്സ് ചെയ്യാം. നമ്മൾ മൈദ എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ പകുതിയാണ് കോൺഫ്ലവർ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നമ്മൾ നേരത്തെ ചേർത്ത പോലെ സോഡ പൗഡർ, ഒരു പിഞ്ച് സോഡ പൗഡർ ചേർക്കുക. അത് കഴിഞ്ഞ് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, എരിക്ക് വേണ്ടിയിട്ടാണ്, കാരണം മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റിനൊരു വ്യത്യാസം വരും. നമ്മൾ പെപ്പർ പൗഡർ തന്നെ ചേർക്കുക, അതല്ലെങ്കിൽ പാപ്രിക്ക പൗഡർ ചേർക്കാം. അത് കഴിഞ്ഞ് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അത് കഴിഞ്ഞ് ആവശ്യത്തിന് വെള്ളം, നമുക്ക് കുറേശ്ശായിട്ട് ഒഴിക്കാം. നമ്മളൊരു പഴംപൊരി ബജിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ബാറ്റർ, ആ ഒരു കൺസിസ്റ്റൻസി മതിയാവും. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് യോജിപ്പിച്ചെടുക്കാം. കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വെള്ളം ആവശ്യത്തിനനുസരണം ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കൂടിപ്പോവും. കട്ടയില്ലാതെ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് യോജിപ്പിച്ച് ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ മിക്സ് ചെയ്യാം. ഇനി അടുത്ത ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. കൈ വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് ഗ്രൈൻഡറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താലും മതി. പക്ഷേ നന്നായിട്ട് പൊടിഞ്ഞു പോകരുത്. കൈ വെച്ച് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം അതേ എമൗണ്ട് തന്നെ ബ്രെഡ് ക്രംസ്, ഇപ്പോൾ ബ്രെഡാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ പാനിലിട്ട് ഫ്രൈ ചെയ്ത് പൊടിച്ചെടുക്കാം. അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന പ്രോൺസ് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്ന ബാറ്ററിൽ ഡിപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു കോട്ടിങ്ങിലും കൂടി കവർ ചെയ്തെടുക്കുക. നമ്മൾ കോൺഫ്ലവറും ബ്രെഡ് ക്രംസും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു കോട്ടിങ്ങിലും കൂടെ നന്നായിട്ട് കവർ ചെയ്ത് ഓരോന്നായിട്ട് നമുക്ക് ഇതേപോലെ വയ്ക്കാം. നമ്മൾ കടകളിലൊക്കെ ഭയങ്കര റേറ്റ് കൊടുത്തും പിന്നെ ഒരുപാട് എന്തെങ്കിലുമൊക്കെ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാതെ നമുക്ക് കിട്ടില്ലല്ലോ. നമ്മളെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ ബ്രോസ്റ്റഡ്. ഇതിപ്പോൾ ചിക്കൻ ആയാലും ഇതിപ്പോൾ പ്രോൺസ് ആയാലും ഫിഷ് മറ്റേതെങ്കിലും ഐറ്റംസ് ആയാലും ബ്രോസ്റ്റഡിനോടൊരു ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പം ഒരു റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പ്രോൺസ് ആയിട്ട് നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. കരിഞ്ഞു പോകണ്ട. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടോ അല്ലെങ്കിൽ സിമ്മിലിട്ടിട്ടോ ഫ്രൈ ചെയ്യാം. ആദ്യം നമ്മൾ ഇടുമ്പോൾ ഒന്ന് സിമ്മിലിടുക. അത് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് മീഡിയം ആക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഒന്ന് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വേഗം നമ്മൾ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പം ഇതേപോലെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന എല്ലാ പ്രോൺസും ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ അടുത്തത് മറിച്ചിട്ട് ഇതേപോലെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന എല്ലാ പ്രോൺസും, കോട്ട് ചെയ്ത് വെച്ചിരുന്ന എല്ലാ പ്രോൺസും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ പ്രോൺസും ഫ്രൈ ചെയ്തിട്ട് ഇനി നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഞാൻ ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ലെറ്റസിൻ്റെ ലീഫ് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് അതിൻ്റെ മിഡിലോട്ട് ഓരോ പ്രോൺസ് ആയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തത് ഇങ്ങനെ നിരത്തി വെക്കാം. എല്ലാ പ്രോൺസും ഫ്രൈ ചെയ്തത് വെച്ചതിന് ശേഷം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതായത് ഫ്രോസണായിട്ട് വാങ്ങിയത് തന്നെയാണ്. വാങ്ങിയിട്ട് എപ്പോഴും വാങ്ങിക്കാറില്ല കേട്ടോ. സാധാരണ ഇവിടെ ഞങ്ങൾ പൊട്ടറ്റോ വാങ്ങി കട്ട് ചെയ്ത് ഇതേപോലെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നതാണ് പതിവ്. പക്ഷേ ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് കണ്ടപ്പോൾ ഒന്ന് വാങ്ങി. ഫ്രോസൺ വാങ്ങിയിട്ട് ഫ്രൈ ചെയ്ത് ഇതിന് ചുറ്റും ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതേ നല്ല റിച്ച് ഒരു ഐറ്റം ആയില്ലേ.
ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് സ്നാക്ക് ഐറ്റമായിട്ട് ഞങ്ങളുടെ മക്കൾക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച ഏകദേശം ഓൾമോസ്റ്റ് അതേ ടേസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.